ഹലോ, ഞാൻ നിങ്ങളുടെ അയനാമു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി കഥ കേട്ടാലോ? പിന്നെ നമ്മുടെ കഥകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടല്ലോ. അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോവാം. അജു പോക്കറ്റിൽ നിന്ന് തൻ്റെ ഐഫോൺ 14 പ്രോ മാക്സ് എടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കി. ആരാണ് ആ കോൾ ചെയ്യുന്നതെന്ന്. ഓ, സ്വാമിയാണല്ലോ. വല്ല പണിയായിരിക്കുമോ? അവൻ അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്തു. ആ, എന്താണ് സ്വാമി? ഞാൻ ഇവിടെ ഉണ്ട്. ഇന്നോ? എത്ര മണിക്ക്? ആ, വൈകിട്ടല്ലേ, ഞാൻ വന്നോളാം. പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ കാര്യം ശരിയാക്കുന്നത് എപ്പോഴാ? ആ ആ ശരി, ഞാൻ അവിടെ വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ഫോൺ വിളിച്ചത് നാട്ടിലൊരു ജോത്സ്യനായിരുന്നു കേട്ടോ. അവൻ്റെ കൂട്ടുകാരൻ്റെ ഒപ്പം പോയി പരിചയപ്പെട്ടതാണ് ഒരു വർഷം മുൻപ്. അയാള് നല്ലൊരു ഫ്ലൂട്ടൂത്തുകാരനായതുകൊണ്ട് ഇങ്ങനെ 4-5 ചെക്കന്മാർ അയാളുടെ കയ്യിലുണ്ട്. ചെറുപ്പത്തിലെ അതിഥി അത്ര ഇതില്ലാത്തത് കൊണ്ട് ആള് കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. അത് ഇതാവാത്തത് അതെന്ന് വെച്ചാൽ നിനക്ക് മനസ്സിലാവണ്ടല്ലോ. കല്യാണം കഴിച്ചിട്ടില്ല എന്നത് കണക്ട് ചെയ്ത് നോക്കിക്കോട്ടോ. അപ്പോൾ അത് ഇതാവാത്തത് ദൈവികമാണെന്നാ ആളുടെ പറച്ചില്. കാണാൻ നല്ല മൊഞ്ചുള്ള ചെക്കന്മാര് ആളെ അടുത്ത് പോയാൽ ആള് വളച്ച് ആളുടെ അത് ആക്കിയിട്ട് ഇതാക്കും. സംഭവം മനസ്സിലായില്ലേ? അതേ ഉള്ളൊരു ഏകദുശീലം. വിളിച്ചത് വൈകുന്നേരം ഒരിടം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ടാ. ഡ്രൈവറില്ല, നീ വന്ന് കൊണ്ടുപോകണമെന്ന് പറയാനാ. ഇനി കാര്യത്തിലേക്ക് വരാം. അർജുനാണ് അജു. വയസ്സ് 18 കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അവൻ്റെ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ UAയില. അജുവും 10ാം ക്ലാസ് വരെ പഠിച്ചതൊക്കെ അവിടെ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ പഠിച്ചോളെന്നാൻ പറഞ്ഞപ്പോൾ പ്രൈവറ്റ് കമ്പനിയിൽ പ്ലാനിംഗ് കോർഡിനേറ്ററായി വർക്ക് ചെയ്യുന്ന അച്ഛനും അതിന് സമ്മതിച്ചു. അവിടെ പഠിപ്പിക്കുന്നത് ഒരുപാട് ചിലവുള്ള കാര്യമാണ്. സോ അജു നാട്ടിൽ പഠിക്കാന്നുണ്ടെങ്കിൽ പഠിച്ചോട്ടെ എന്ന് അച്ഛനും കരുതി. അവൻ നാട്ടിൽ പഠിക്കാന്ന് പറയാൻ വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. വേറൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയായിരുന്നു മെയിൻ കാരണം. അതവൻ്റെ മാമൻ്റെ ഭാര്യ ബിന്ദു ആൻറ്റി. മാമൻ ആൻറ്റി കല്യാണം കഴിച്ചിട്ട് ഒരു 5 വർഷം കഴിഞ്ഞു. കാണാനാണേ ഒരു പാവം നാടൻ പെണ്ണാണ്. മോഡേണായി അണിഞ്ഞൊരുങ്ങി നിന്നാൽ ഈ ഹണി റോസും ശ്വേതാ മേനനൊക്കെ ഒരു 100 അടി പിറകി നിൽക്കും. അത്രയ്ക്ക് സുന്ദരിയ. അതുകൊണ്ടൊക്കെ തന്നെയാ ഈ പാവപ്പെട്ട വീട്ടിലെ പെണ്ണായിട്ടും അവളെ അഞ്ജുവിൻ്റെ മാമൻ അജയൻ കിട്ടിയത്. നല്ല അടക്കവും ഒതുക്കമുള്ളൊരു ഉത്തമയായ ഭാര്യയാണ് ബിന്ദു. തികഞ്ഞ ദൈവവിശ്വാസിയായ ബിന്ദുവിനെ കെട്ടിയ അജയൻ ദൈവതുല്യ. കല്യാണം കഴിഞ്ഞ് 5 വർഷമായെങ്കിലും ഇതുവരെ മക്കളൊന്നും ഉണ്ടായില്ല എന്നത് അവരെ വല്ലാണ്ട് വേദനിപ്പിച്ചിരുന്നു. അജയനാണ് സൗദിയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. സാമ്പത്തികമായി നല്ല സെറ്റപ്പാ. അജയന് കൂടെപ്പിറപ്പുകളായിട്ട് ഈ അജുവിൻ്റെ അമ്മ വിജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് കെട്ടിയൻ്റെ ഒപ്പം ഗൾഫിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ അമ്മയ്ക്കൊരു കൂട്ടാകുമല്ലോ എന്ന് കരുതിയിട്ടാ കല്യാണം നോക്കിയത്. അജയൻ്റെ അച്ഛൻ മരിച്ചിട്ടിപ്പോൾ 6 വർഷത്തോളമായി. പെട്ടെന്നുള്ള മരണമായതുകൊണ്ട് അജയൻ്റെ അമ്മ മാനസികമായിട്ട് ആകെ അങ്ങ് തകർന്നു. അച്ഛൻ്റെ മരണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം കുടുംബക്കാരെല്ലാം ഒരു പെണ്ണ് കെട്ടാൻ നിർബന്ധിച്ചപ്പോഴാ അങ്ങനെ അതിനായിട്ട് നാട്ടിൽ വന്നൊരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയപ്പോൾ അവിടെ വെച്ചിട്ടാ ആള് ബിന്ദുവിനെ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ. ഒരു 5 അടി 8 ഇഞ്ചെങ്കിലും ഉയരം, അതിനകത്ത് നല്ല തടിയും നല്ല നിറവും വട്ടമുഖവും നീളമുള്ള മൂക്കും നീണ്ട് പരന്ന ചെമ്പും. കണ്ടാലൊരു അറബി പെണ്ണിന് ലുക്കുണ്ടെങ്കിലും ഇട്ട ഡ്രസ്സും ഒരുങ്ങിയ രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ സൗന്ദര്യം പൂർണ്ണമായും പുറത്ത് കാണിക്കുന്നില്ല എന്നതാണ് സത്യം. അങ്ങനെ അവളെക്കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചിട്ട് കെട്ടിയതാണ് കേട്ടോ ആള്. അജയൻ ബിന്ദുവിനെ കെട്ടുമ്പോൾ അവൾക്കാണെങ്കിൽ 26ഉം അവന് 31 വയസ്സായിരുന്നു. കല്യാണം കഴിയുന്ന സമയത്ത് അവൾ വീടിൻ്റെ അടുത്തുള്ളൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു LKG UKG പിള്ളേരിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു.
കല്യാണത്തിന് ശേഷം അജയൻ ജോലിക്കൊന്നും പോകണ്ടെന്നും പറഞ്ഞത് അത് കാരണം കെട്ടിന് ശേഷം ആള് ജോലിക്കൊന്നും പോവാറില്ല. അങ്ങനെ കെട്ടിയതിന് ശേഷം കുറച്ച് മോഡേണായൊക്കെ ഡ്രസ്സ് ഇടാൻ തുടങ്ങി. ആദ്യമൊക്കെ വീട്ടിൽ ട്രാക്കും ടീഷർട്ടൊക്കെ ഇടാൻ ആൾക്ക് ഭയങ്കര ചമ്മലായിരുന്നു. പിന്നെ പിന്നെ അവൾക്കതങ്ങ് കംഫർട്ടബിൾ ആകാൻ തുടങ്ങി. അജുവിന് ബിന്ദുവിനോട് വല്ലാത്ത ആഗ്രഹമാണ്. എന്നാൽ അവൾ അവനെ കാണുന്നത് ഒരു ചെറിയ കുഞ്ഞായിട്ട് തന്നെയാണ്. എന്താന്നല്ലേ, ആള് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അജുവിന് 13 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോഴും ബിന്ദുവിന്റെ കണ്ണിൽ അവൻ ചെറിയ പയ്യൻ തന്നെ. അവൻ തന്നെ വേറെ കണ്ണിലൂടെ നോക്കുന്നത്, അവസരം കിട്ടിയാൽ അതൊക്കെ എടുത്ത് ഇതാക്കുന്നതും അവിടോട്ടൊക്കെ വെക്കുന്നതും അന്നും ബിന്ദു അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാം. വൈകുന്നേരം ആയപ്പോൾ ബൈക്കും എടുത്തോണ്ട് അജു സ്വാമിയുടെ വീട്ടിലേക്ക് പോയി. അയാൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് സ്വാമിയുടെ ഓൾട്ടോ 800 കൊണ്ടുപോയി തിരിച്ചും കൊണ്ടുവന്നു. ഇങ്ങനെ സ്വാമിയുടെ വീട്ടിലിരുന്ന് ആൾക്കാരെങ്കിൽ 2 വീടുണ്ട് കേട്ടോ. ഒന്ന് ആൾക്കാർ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ വരുന്നതും അവിടെ സ്വാമി മാത്രം നിൽക്കാറ്. പിന്നെ അതിൻ്റെ ഒരു 300-400 മീറ്റർ ഇപ്പുറത്തൊരു പെങ്ങളും ഒരു ജോലിക്കാർ തള്ളിയൊക്കെയുള്ളൊരു ചെറിയ വീട് വേറെയും കൂടെ ഉണ്ട്. അപ്പോൾ അജു സ്വാമിയോട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ ആൻറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞാൻ ആ പറഞ്ഞ കാര്യം നടത്തി തരുമെന്ന് ഉറപ്പാണോ? സ്വാമി പറഞ്ഞു, ആ അത് ഞാൻ മാക്സിമം ശ്രമിക്കാം. പക്ഷേ എന്ത് കാര്യത്തിന് വേണ്ടിയാ കൊണ്ടുവരുന്നേ? അജു, അതൊക്കെ എൻ്റെ സ്വാമി, കുറച്ച് നാളായിട്ട്. ആൻറ്റിയുടെ മുഖത്ത് വിഷമം കണ്ടത് കൊണ്ട് കാര്യം തിരക്കി കുറേ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞാ അവൻ അവോയ്ഡ് ചെയ്യുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ. പിന്നെ മക്കളും ആയില്ലല്ലോ, അതിൻ്റെയും വിഷമം കാണും സ്വാമി. എല്ലാം ചേർത്ത് ഞാനിങ്ങ് കൊണ്ടുവരാം. ബാക്കി കാര്യങ്ങൾ നിങ്ങളങ്ങ് നേരിട്ട് ചോദിക്ക്. സ്വാമി, നീ പറഞ്ഞാ വരുമെന്ന് ഉറപ്പാണോ? അജു, അതൊക്കെ വരും, വരാതിരിക്കാൻ വഴിയൊന്നുമില്ല. കാരണം ഒന്ന്, ആൻറ്റിക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വലിയ വിശ്വാസമാണ്. 2, ഭർത്താവ് മാത്രമാണ് ആൻറ്റിയുടെ ലോകം. അപ്പോൾ മാമനൊന്ന് പിണങ്ങിയാൽ, മുഖം കറുപ്പിച്ചാൽ അത് ആൻറ്റിക്ക് സഹിക്കാനും പറ്റില്ല. സ്വാമി, എങ്കിൽ കൊണ്ടുപോവാ. അടുത്ത ബുധനാഴ്ച. ഓക്കെ, അന്ന് തന്നെ അവളൊരു സുഖം നിനക്ക് കിട്ടും, അത് എൻ്റെ ഉറപ്പ്. ഇത് കേട്ടപ്പോൾ അജുവിന് എന്തെന്നില്ലാത്ത സന്തോഷമായി. ആ സന്തോഷത്തിൽ സ്വാമിക്ക് ഓടക്കുഴൽ ഊതാൻ കൊടുത്ത് അയാളെയും ഹാപ്പിയാക്കി അവൻ വീട്ടിലേക്ക് പോയി. ഇനി ശനിയാഴ്ച. ഇനി 4 ദിവസം കഴിഞ്ഞ് 5-ാമത്തെ ദിവസം ബുധനാഴ്ച. അതിനു മുൻപ് ആൻറ്റി ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിപ്പിക്കണം. അവൻ അങ്ങനെ വീട്ടിലെത്തി. ബിന്ദു അവന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തു. അവളും അടുത്തിരുന്നു കഴിക്കാൻ. അജു ചോദിച്ചു, അമ്മമ്മ കഴിച്ചോ ആൻറ്റി? ബിന്ദു, ആ അമ്മമ്മയ്ക്ക് മരുന്ന് കൊടുക്കാനുള്ളത് കൊണ്ട് വേഗം കൊടുത്തു. നീ ചിലപ്പോൾ വൈകുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അജു, പിന്നെ ആൻറ്റി, ഇപ്പോൾ മാമൻ ഓക്കെ ആയോ? മാമൻ്റെ പിണക്കൊക്കെ മാറിയോ? അത് കേട്ടപ്പോൾ ബിന്ദുവിൻ്റെ മുഖം വാടി. ഇല്ല അജു, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞാലല്ലേ എനിക്കറിയൂ. ഇതിങ്ങനെ ഒന്നും പറയുന്നുമില്ല, നേരെ ഒന്നും സംസാരിക്കുന്നുമില്ല. അങ്ങനെ ചെയ്യുമ്പോളാ ശരിക്കും ഭ്രാന്ത് പിടിക്കുന്നത്. അജു, ചിലപ്പോൾ ജോലിയിലോ മറ്റോ വല്ല പ്രോബ്ലം കാണുമോ? എന്തായാലും ആൻറ്റി ചതിച്ച് വേറെ പെണ്ണുങ്ങളായിട്ട് കൂട്ടുകൂടില്ല മാമൻ. അത് പറഞ്ഞപ്പോൾ ബിന്ദു അജുവിനെ ഒന്ന് തുറച്ചു നോക്കി. അജു മെല്ലെ പറഞ്ഞു, ആൻറ്റി, സേട്ടപ്പാലൊരു സാമിയുണ്ട്. എന്ത് പ്രശ്നങ്ങളായി പോയാലും ആള് റെഡിയാക്കും പോലും. നമുക്ക് അയാളെപ്പോലും കണ്ടാലെന്താ? എന്തു ചോദിച്ചു, നിന്നോട് ആര് പറഞ്ഞു? ശരി, ഒരു കൂട്ടുകാരൻ്റെ പേര് പറഞ്ഞിട്ട് അവൻ പറഞ്ഞതാണ്. അവരുടെയും കുടുംബത്തിലെ എല്ലാവരും എന്ത് പ്രശ്നം വന്നാലും ആളെടുത്ത് പോകാറുണ്ട് പോലും. ബിന്ദുവിനെ ഒന്ന് മോളിൽ കേട്ടുകൊണ്ട് ചോദിച്ചു, നടക്കുവോ? അമ്മമ്മയോട് എന്തോ പറയും? അജു പറഞ്ഞു, നമ്മളിടയ്ക്കൊക്കെ ആവശ്യം ടൗണിലൊക്കെ പോകാറുണ്ടല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാൻ നിൽക്കണ്ട. അങ്ങനെ ബിന്ദു സമ്മതിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവളിങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്ത് അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അവളുടെ അത്
അജു ഇങ്ങനെ നോക്കി മനസ്സിൽ പറഞ്ഞു, നിന്റെ ഇത് ഞാൻ എടുക്കും മോളെ. അങ്ങനെ അവൾ സമ്മതിച്ച സന്തോഷത്തിൽ അവളുടെ അവിടെയൊക്കെ ഇതാക്കുന്നത് ഓർത്ത് അവനൊന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ സ്വാമിയെ വിളിച്ച് കാര്യവും പറഞ്ഞു. ആൻറ്റി സമ്മതിച്ചു. ഞാൻ അവിടെ വന്ന നിങ്ങൾ എന്നെ പരിചയമുള്ളതുപോലെ കാണിക്കുകയും ചെയ്തു. അങ്ങനെ സ്വാമി പറഞ്ഞ് നാട് വന്നു. രാവിലെ 11 മണി കഴിഞ്ഞ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി. അജയൻ്റെ സ്വിഫ്റ്റ് കാർ എടുത്ത് തന്നെ അവർ പോയതും. മഞ്ഞ ടോപ്പും വൈറ്റ് പാൻറ്റും ആയിരുന്നു ആളുടെ വേഷം. കാർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അജുവിൻ്റെ മനസ്സ് മൊത്തം ഓരോരോ ചിന്തകളിലായിരുന്നു. സ്വാമി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ആൻറ്റി സ്വാമി പറയുന്നത് അനുസരിക്കുമോ? അനുസരിച്ചാലോ പിന്നെ ഈ സുന്ദരി എനിക്ക് സ്വന്തം. എപ്പോൾ വേണേലും സുഖിക്കാതിന്. അങ്ങനെ അവരവിടെ എത്തി. കാറൊക്കെ പാർക്ക് ചെയ്തു. അജു മുമ്പിലും ബിന്ദു പിറകിലായിട്ട് ഇങ്ങനെ നടത്തും. ഒരു വെളുത്ത് മുണ്ടെടുത്ത് ഷർട്ടൊന്നും ധരിക്കാതെ സ്വാമി വന്നു. അജു, നമസ്കാരം സ്വാമി. സ്വാമി നമസ്കാരം, വരൂ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് വിസിറ്റേഴ്സിനുള്ള റൂമിൽ ചെയറിൽ അവരിരുത്തി. ഒരു മേശയ്ക്കപ്പുറത്തുള്ള ചെയറിൽ ആളും ഇരുന്നു. എന്താണ് പ്രശ്നം? അജു ബിന്ദുവിനോട് പറയാൻ പറഞ്ഞു. ബിന്ദു പറഞ്ഞു, എൻ്റെ കല്യാണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞു സ്വാമി. ഇതുവരെ എന്നോട് എൻ്റെ ഭർത്താവ് പെരുമാറാത്ത രീതിയിലാണ് പെരുമാറുന്നതൊക്കെ. എനിക്കാണേ ഉള്ളിലൊരു വല്ലാത്ത വിഷമവും ഭയവും ഒക്കെ തോന്നുന്നു സ്വാമി. സ്വാമി ആണോ? അങ്ങനെ ചെയ്യാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ? അതോ നിങ്ങൾക്ക് മക്കളില്ലേ? ബിന്ദു പറഞ്ഞു, ഇല്ല സ്വാമി, മക്കളായിട്ടില്ല. സ്വാമി അവളോട് അവളുടെ പേരും നാളും ജനിച്ച സമയവും അമ്മയുടെ പേരൊക്കെ ചോദിച്ചു. അവളാണെങ്കിൽ എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ആളൊരു പുസ്തകം പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് എന്തൊക്കെയോ നോക്കി. അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ചില കാര്യങ്ങൾക്ക് കഴുത്ത മറുപടി ചെയ്യേണ്ടി വരാറുണ്ട്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. നിന്റെ പണിയുടെ ഫലം കിട്ടണമെങ്കിൽ ഞാൻ പറയുന്നതും എന്തും അതേപടി അനുസരിക്കേണ്ടതായി വരും. അങ്ങനെ അനുസരിക്കാൻ തയ്യാറാക്കുന്നവരുടെ പ്രശ്നങ്ങൾ മാത്രമേ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ. അതുകൊണ്ട് എത്ര കടുത്ത പ്രതിവിധിയെങ്കിലും ചെയ്യാൻ തയ്യാറാണോ? അവൾ അജുവിനെ ഒന്ന് മിരച്ചു നോക്കി. അവൻ കണ്ണുകൊണ്ട് അവളോട് ചെയ്യാന്ന് പറയാൻ പറഞ്ഞു. സ്വാമി അജുവിനെ നോക്കി അവളോട് ചോദിച്ചു, ഇതാരാ നിങ്ങളുടെ? അവൾ പറഞ്ഞു, ഏട്ടൻ്റെ പെങ്ങളുടെ മോനാ. സ്വാമി ഒന്ന് നീട്ടി മൂളിക്കണ്ട് അജുവിനോട് പറഞ്ഞു, ഒരു 5 മിനിറ്റ് പുറത്തേക്ക് മാറി നിൽക്കാവോ? അജു ശരി സ്വാമി എന്ന് പറഞ്ഞുകൊണ്ട് റൂമിൻ്റെ പുറത്തേക്ക് പോയി. സ്വാമി ബിന്ദുവിനെ നോക്കി പറഞ്ഞു, കാര്യം ഒരിച്ചിരി ഗൗരവേറിയതാണ്. പരിഹാരം കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവിന് ചിലപ്പോൾ നഷ്ടമായേക്കാം. അത് കേട്ടപ്പോൾ അവളൊന്ന് അന്താളിച്ചു. എന്താണ് സ്വാമി പ്രശ്നം എന്നൊരു ഞെട്ടലോടെ എന്നെ ചോദിച്ചു. പ്രശ്നം മക്കളാകാത്തത് തന്നെയാണ്. അതിന് അവിടെ കൂടുതലൊരുത്തൻ നെഗറ്റീവായി പറഞ്ഞ് എരിവ് കയറ്റി കൊടുത്തിട്ടുണ്ട്. അതൊരു പക്ഷേ നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് ആളുടെ കുടുംബത്തിലെയോ ഏതെങ്കിലും പെണ്ണിനെ തലയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി ആകാം. നിങ്ങളുടെ ഭർത്താവിന് നല്ല സാമ്പത്തികം പിന്നുണ്ടല്ലോ. അത് കേട്ടപ്പോൾ അവളുടെ ഉള്ളൊന്ന് പിടച്ചു. എന്താണ് സ്വാമി പ്രതിവിധി? അവളെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു, പ്രതിവിധി ഒരു ഇച്ചിരി കടുപ്പമാണ്. ചെയ്യണോ വേണ്ടേന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. 3 ഘട്ടമായി പണിയെടുക്കണം. ആദ്യം ഘട്ടം ശുക്ലം കൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ ഭർത്താവിൻ്റെയും പേരെഴുതണം. അത് കേട്ടപ്പോൾ അവളൊന്നും ഞെട്ടി. ആൾ തുടർന്ന് പറഞ്ഞു, അതേ വെറും ശുക്ലമല്ല, ഇണയില്ലാത്തൊരു ആണിൻ്റെ തന്നെ. അവളിങ്ങനെ കണ്ണു വീഴ്ചകൊണ്ട് ചോദിച്ചു, എന്താണ് സ്വാമി നിങ്ങൾ ഈ പറയുന്നത്? ഈ രീതിയിലൊക്കെയുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ എങ്ങനെ ചെയ്യാനാണത്? അങ്ങനെ ചെയ്തല്ലോ അതെൻ്റെ ഭർത്താവിനെ ചതിക്കുന്നത് പോലെ ആകില്ലേ? വേറെ വല്ല പ്രതിവിധി ഉണ്ടോയെന്ന് നോക്കി പറയൂ സ്വാമി.
സ്വാമി അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് അത് തീർക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, കർമ്മം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാ. പിന്നെ എങ്ങനെ പാപവും ചതിയും ആകും? പിന്നെ എൻ്റെ പണിയിൽ ഏത് രീതിയിലുള്ള പ്രതിവിധിയാണ് അനുയോജ്യമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് നിങ്ങളെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊന്നുമില്ല. ഹീന ഇല്ലാത്തവൻ തന്നെയാണ് ഞാനും. പക്ഷേ കാര്യമില്ല, എനിക്കതുകൊണ്ട് ഇതാക്കാനൊന്നും സാധിക്കില്ല. ചെറുപ്പം മുതലേ അങ്ങനെ. അതുകൊണ്ട് ആളെ നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ ആരെ എവിടെ നിന്ന് കണ്ടെത്താനാണ്? എങ്ങനെ വിശ്വസിക്കും? ആരെയും. സ്വാമി അവളോട് പറഞ്ഞു, പുറത്തുള്ള ആ പയ്യനോടൊന്ന് സംസാരിച്ചാലോ? അയ്യോ, അവൻ ചെറിയ കുഞ്ഞാണ് സ്വാമി, അവൾ വെപ്രാളത്തിൽ പറഞ്ഞു. അവനൊന്നും അറിയില്ല. സ്വാമി വീണ്ടും അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു, ഓ, കുഞ്ഞാണല്ലോ. അങ്ങനെയൊന്നും നോക്കാതെ സംസാരിക്കാന്നല്ല ഞാൻ പറഞ്ഞത്. ആദ്യം അവൻ്റെ പേരും നാളും വെച്ച് ഞാൻ കണക്ക് നോക്കട്ടെ. അവൻ സമ്മതിക്കുന്നു കണ്ടാൽ മാത്രം നമുക്ക് ചോദിക്കാം. പുറത്തു നിന്നുള്ള ഒരാളേക്കാൾ സേഫ് ഇത് തന്നെയാണ്. അവൾ ചോദിച്ചു, ഇതല്ലാതെ വേറൊരു പോംവഴി ഇല്ലേ സ്വാമി? ആള് പറഞ്ഞു, അത് ഞാൻ മുൻപേ പറഞ്ഞു കഴിഞ്ഞല്ലോ. എൻ്റെ അടുത്തൊരാൾ വന്നാൽ ഞാൻ അവർക്ക് വേണ്ടി കർമ്മം ചെയ്താൽ അത് അവർക്ക് ബലം ഉണ്ടാകണം എന്നെനിക്ക് നിർബന്ധമാണ്. ഇതാണ് നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും അനുയോജ്യമായത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോവാം. അവൾ മനസ്സില്ല മനസ്സോടെ അവിടെ ഇരുന്നു. എന്തേ, ഞാൻ ആ പയ്യനെ വിളിക്കണോ? ആള് ദേഷ്യത്തിലെന്നതുപോലെ അവളോട് ചോദിച്ചു. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കാതെ തലയാട്ടി. എന്നിട്ട് പറഞ്ഞു, ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി സ്വാമി. ആൾ അജുവിനെ വിളിച്ചു. അവളുടെ മുൻപിൽ അവൻ്റെ പേരും നാളും ചോദിച്ചു. എന്തൊക്കെയോ ചെയ്യുന്നത് പോലെ കാട്ടി. അവനോട് ചോദിച്ചു, ഇവരുടെ പ്രശ്നം ഞാൻ ശരിയാക്കി കൊടുക്കാം, പക്ഷേ അതിന് നിങ്ങളുടെ സഹായം അവർക്ക് വേണം. സഹായിക്കാൻ റെഡിയാണോ? അവൻ പറഞ്ഞു, ഞാൻ റെഡിയാണ് സ്വാമി. നിങ്ങൾ കരുതുന്ന പോലത്തെ എളുപ്പമുള്ള പണിയാകണമെന്നില്ല എന്ന് സ്വാമി അവനോട് വീണ്ടും പറഞ്ഞു. എന്തായാലും ഞാൻ റെഡിയാണ് സ്വാമി. ബിന്ദു ആൻറ്റിയെ എനിക്ക് അത്ര സ്നേഹം. ഇപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളുമാണ്. എന്തായാലും മരിക്കൊന്നും വേണ്ടല്ലോ. ഇനി മരിക്കാനാണെങ്കിലും ഞാൻ റെഡിയാണ്, ആൻറ്റിയുടെ സന്തോഷത്തിന് വേണ്ടി. അത്രേ ഉള്ളൂ. സ്വാമി ബിന്ദുവിനെ ഒന്ന് അടിപൊളി നോക്കി. എന്നിട്ട് അജുവിനോട് പറഞ്ഞു, ആരും മരിക്കൊന്നും വേണ്ട. ബിന്ദുവിനെ നോക്കി പറഞ്ഞു, ഇവൻ മതി, ഇവൻ കാരണം ഒരു പ്രശ്നം വരില്ല. അവളൊന്നും മിണ്ടാതെ തലതാഴ്ത്തിയിരുന്നു. എന്നിട്ട് ആൾ അജുവിനോട് ചോദിച്ചു, സ്വന്തമായിട്ടൊക്കെ ചെയ്യാറുണ്ടോ താൻ? അത് കേട്ടപ്പോൾ അവനൊന്ന് അന്താളിച്ചു. ആള് വീണ്ടും ആവർത്തിച്ചു, നിന്നോടാണ് ചോദിച്ചത്. അവനുണ്ടെന്ന് തലയാട്ടി. ബിന്ദുവാണെങ്കിൽ ഒന്ന് ഞെട്ടി. സ്വാമി തുടർന്നു, ഈ നിൽക്കുന്ന ആൻറ്റി ഓർത്താക്കാറുണ്ടോ മോൻ? അവൻ്റെയും ബിന്ദുവിൻ്റെയും മുഖമൊന്ന് ഉയർത്തു. അവൾ മനസ്സിലിങ്ങനെ പുറകുത്തു, ഇയാൾ എന്തൊക്കെയാ ചോദിക്കുന്നേ? അച്ഛനെ സ്വന്തം ചേച്ചിയെ പോലെയല്ലേ, അമ്മയെ പോലെയൊക്കെ ആയിരിക്കൂലേ കാണുന്നേ? ഒന്നും മിണ്ടാതിരുന്ന അവനോട് ആളെ ദേഷ്യത്തോട് ചോദിച്ചു, നിന്നോടാണ്, ഉണ്ടോ ഇല്ലയോ? സത്യം മാത്രം പറഞ്ഞാൽ മതി. അവൻ ഉണ്ടെന്ന് തലയാട്ടി. അത് കണ്ടപ്പോൾ ബിന്ദു ശരിക്കും വീണ്ടും ഞെട്ടി. ആള് ചോദ്യം തുടർന്നു, എന്തോത്താ ചെയ്യുന്നത്? മടിക്കാതെ പെട്ടെന്ന് തന്നെ പറയ്. അവൻ മെല്ലെ പറഞ്ഞു തുടങ്ങി. ആളുടെ ഫോട്ടോ നോക്കിയും അല്ലാതൊക്കെ ചെയ്യാറുണ്ട് അത്രേ. ഇങ്ങനെ എന്തെന്നാ ഓരോന്നൊക്കെ ഓർത്ത് ഇതാക്കാറുണ്ട് അത്രേ. ഓർത്തോർത്ത് നല്ലതുപോലെ ചെയ്യാറുണ്ട് അത്രേ. ആ കാര്യമൊക്കെ ഒന്ന് വിശദീകരിച്ച് ആണ് ആള് പറഞ്ഞത്. പക്ഷേ നമുക്കിവിടെ പറയാനൊക്കില്ലല്ലോ. അങ്ങനെ ആ പറച്ചിലൊക്കെ കഴിഞ്ഞ് ഇത്രയും പറഞ്ഞത് കേട്ടപ്പോൾ ബിന്ദു ശരിക്കും ഞെട്ടിത്തെറിച്ചു. അവൻ്റെ നോട്ടത്തിൽ നിന്നോ പെരുമാറ്റത്തിൽ നിന്നോ ഇന്നേ വരെ അവൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അവൻ ദയനീയമായിട്ട് അവനെ നോക്കി. അവൻ ബിന്ദുവിനോടായി പറഞ്ഞു, സോറി ആൻറ്റി. സ്വാമിയോട് കള്ളം പറഞ്ഞാൽ വല്ലതും പറ്റിപ്പോകുമെന്ന് കരുതി സത്യം പറയേണ്ടി വന്നതാ. സ്വാമി അവനോടായി പറഞ്ഞു, ക്ഷമ പറച്ചിലൊക്കെ വീട്ടിൽ ചെന്നിട്ടാവാം. ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കും. ദേ, രണ്ടുപേരും ആ റൂമിലേക്ക് പൊക്കോ. ആളിരുന്നതിൻ്റെ ഇടത് ഭാഗത്തിലേക്കുള്ള റൂം ചൂണ്ടിക്കാട്ടി അവനോടായിട്ട് പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, അതിങ്ങനെ പുറത്തേക്കിട്ട് കൊടുത്തിട്ട് മിണ്ടാന്ന് നിന്നാ മതി.
ഇവരാണെങ്കിൽ അതിങ്ങനെ എടുത്തോളും. ആ, ബാക്കി ഇവരോട് പറഞ്ഞാൽ മതി. ബിന്ദുവിൻ്റെ കയ്യിൽ ഒരു ഗ്ലാസിൻ്റെ ബൗൾ എടുത്ത് കൊടുത്തുകൊണ്ട് ആള് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അതൊക്കെ ശേഖരിച്ചിട്ട് വലത്തേക്കയുടെ ചുണ്ടുവിരൽ മുക്കി നിങ്ങളുടെയും ഭർത്താവിൻ്റെ പേര് എഴുതണം 3 പ്രാവശ്യം. അതിന് വട്ടം നടന്ന് അത് കിടന്ന് പുറത്തേക്ക് വന്നു. പിന്നെ പൂർണ്ണ സന്തോഷത്തോടെ വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ, എങ്കിലേ ബലം ഉണ്ടാവുള്ളൂ. അവളാണെങ്കിൽ ഉന്നൊക്കെ മൂളിക്കൊണ്ട് അജുവിൻ്റെ പിറകിലൂടെ ആ റൂമിലേക്ക് നടന്നു. അവളെ എന്തൊക്കെ ചെയ്യണമെന്ന് അവൻ പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിലൊന്ന് റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരുന്നു. ആ റാണിയുടെ കയ്യിൽ തൻ്റെ അത് കൊടുക്കാൻ പോകുന്നെന്ന സന്തോഷത്തിൽ അവൻ്റെ മനസ്സിൽ സന്തോഷത്തിൻ്റെ കൂത്തിരി കത്തുകയായിരുന്നു. സ്വാമി പറഞ്ഞ ആ റൂമിൽ കയറി റൂമിൻ്റെ ഒരൊറ്റത്തായിട്ട് അവനിങ്ങനെ നിന്നു. അവളും അവൻ്റെ മുഖത്ത് നോക്കാതെ അടുത്തായിട്ട് തന്നെ നിൽക്കുക. അവനവൻ്റെ അതൊക്കെ ഇങ്ങനെ ഒന്ന് അയച്ച് ഇങ്ങനെ മുട്ടുവരെ താഴ്ത്തി നിൽക്കുക. അതാണെങ്കിൽ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക തന്നെ. ആളൊന്ന് അതിലേക്ക് നോക്കി, എന്നിട്ട് ആളെ ശരിക്കും അന്താളിച്ച് നിൽക്കുക. കണ്ടപ്പോൾ ചെറിയ കുഞ്ഞിനെ പോലെ കണ്ടിരുന്ന ഇവനെയാണ് ഇത്ര വലിയ ഇതായിട്ട് നടക്കുന്നതെന്നൊക്കെ ആലോചിച്ചിട്ടുള്ളൊരു അന്താളിപ്പന്നായിരിക്കും. സ്വാഭാവികമല്ലേ? നല്ല തക്കാളി പോലെ നീപ്പിട്ടെന്നൊക്കെ ഇങ്ങനെ ബിന്ദു ആലോചിച്ച് നിൽക്കുക. പിന്നെ എന്തെന്നാ സ്വാമി പറഞ്ഞ സംഭവങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടക്കുക. അതൊക്കെ ഇങ്ങനെ തൊട്ടപ്പോൾ ബിന്ദുവിലുണ്ടായ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ഊഹിച്ചെടുക്കാമല്ലോ അല്ലേ? അപ്പോൾ അധികം വൈകാതെ തന്നെ സംഭവം വന്നു. അപ്പോൾ സ്വാമി കൊടുത്ത ബൗളിൽ തന്നെ അതൊക്കെ ഒന്ന് ശേഖരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അവൻ്റെ അലറലൊക്കെ കേട്ട് സ്വാമി പുറത്തു നിന്നും ചോദിച്ചു, എന്തായി, കഴിഞ്ഞോ? അവൻ കഴിഞ്ഞു സ്വാമി എന്ന് പറഞ്ഞു. ഇങ്ങനെ പൂർണ്ണ സന്തോഷം തന്നെയാണോ അതത് ചെയ്തെന്നറിയാൻ അവളൊന്ന് സ്പർശിച്ചു നോക്കു നീ. അത് കേട്ടപ്പോൾ ബിന്ദു ഒന്ന് ഞെട്ടി. ആ പറഞ്ഞത് കേട്ടതും അവൻ അവളൊന്ന് കടത്തിയിട്ട് ഇങ്ങനെ തടവി നോക്കിട്ടോ. അപ്പോൾ അവളുടെ ഒരു ഞെരുങ്ങ ശബ്ദമൊക്കെ കേൾക്കാം. അവൻ സ്വാമിയോട് ഉറക്കെ പറഞ്ഞു, ആ സ്വാമി, തേനൊക്കെ ഉണ്ട്. അയ്യേ, ആകെ നാണക്കേടെന്ന് അവളുടെ മനസ്സിങ്ങനെ മന്ത്രിക്കുക. അവളാണെങ്കിൽ വേഗം എൻ്റെ കൈയൊക്കെ തട്ടി മാറ്റി അതൊക്കെ ഇങ്ങനെ നേരെ ഇട്ട്, എന്നാ നീ വന്നോ എന്ന സ്വാമി അവനോട് പറഞ്ഞ് അവനിങ്ങനെ പുറത്തേക്കും വന്നു. സ്വാമി അവനോട് കണ്ണുകൊണ്ട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. അവൻ മെല്ലെ പറഞ്ഞു, സൂപ്പറാണ്, ഇത്രേ ഉള്ളൂ. ആളുടെ അതൊക്കെ എനിക്കൊന്ന് ഇതാക്കണം. സ്വാമി പറഞ്ഞു, ഇന്നിത് മതി, ബാക്കി പിറകെ കിട്ടിക്കോളും, നീ ആ നാടങ്ങന്ന്. സ്വാമി പറഞ്ഞതുപോലെ ആരൊക്കെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവൾ പുറത്തേക്ക് വന്നു. സ്വാമി അവളെന്ന് നോക്കി പറഞ്ഞു, ദക്ഷിണയുടെ വെച്ചോളൂ, ഇനി 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും തന്നെ വീണ്ടും വരണം. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അവര് വരാനായിട്ടങ്ങ് പോയിട്ടോ. അപ്പോൾ ആ പോക്കോട് കൂടി നമ്മുടെ കഥയുടെ അവസാനിക്കുക. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയണ്ടേ? 2 ദിവസം കഴിഞ്ഞിട്ട് അവർ വന്നോ അതോ വന്നില്ലയോ? സ്വാമി അടുത്തെന്തൊരു പ്രതിവിധി പറഞ്ഞു എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. പിന്നെ കഥ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. വീണ്ടും വീണ്ടും കേൾക്കണ്ടേ? അപ്പോൾ നല്ലൊരു അടിപൊളി കഥയായിട്ട് വേഗം തന്നെ കാണാം. ബൈ.